സ്വന്തം മകൻ ഉൾപ്പെടെ 4 കുട്ടികളെ കൊന്നു തള്ളിയ 32കാരി. കാരണമറിയാമോ? തന്നേക്കാൾ സൗന്ദര്യമുള്ള ആരും ഉണ്ടാവരുതെന്ന ചിന്ത. ഹരിയാനയിലെ പാനിപ്പത്താണ് സ്ഥലം. സിവ ഗ്രാമത്തിൽ നിന്നുള്ള പൂനം എന്ന പെൺകുട്ടി യുവതിയാണ് ഇതിലെ വില്ലത്തി. 6 വയസ്സുകാരിയെ വെള്ളത്തിൽ മുക്കിക്കൊന്നതോടുകൂടിയാണ് പോലീസിന്റെ അന്വേഷണം തുടങ്ങുന്നത്. സ്വന്തം മരുമകളാണ് ഈ 6 വയസ്സുകാരി. പൂനത്തിന്റെ ഭർത്താവ് നവീനുണ്ട്, നവീന്റെ ബന്ധുവിന്റെ മകൾ. സംഭവം നടക്കുന്നത് ഡിസംബർ 1-ാം തീയതിയാണ്. ഡിസംബർ 1-ാം തീയതി ഒരു വിവാഹ ചടങ്ങ് നടക്കുന്നു ഇവരുടെ ബന്ധുവിന്റെ വീട്ടിൽ. ആ ബന്ധു വീട്ടിൽ വെച്ചായിരുന്നു സംഭവം മുഴുവൻ. ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പുറത്തു വന്നത്. മകനെ ഉൾപ്പെടെ 4 കുട്ടികളെ കൊന്ന സീരിയൽ കില്ലറായിരുന്നു പൂനം. പാനിപ്പത്തിലെ നൗൽത്ത ഗ്രാമത്തിൽ ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പൂനവും ഈ മരണം സംഭവിച്ച വിധി എന്ന പെൺകുട്ടിയും കുടുംബവും അവിടെ എത്തി. ബാറാത്ത് ഉത്തരേന്ത്യയിലെ വിവാഹാഘോഷങ്ങളിൽ നമ്മൾ കാണാറുണ്ടല്ലോ. വിവാഹാഘോഷ ഘോഷയാത്രയാണ് ബാറാത്ത്. ആ ബാറാത്ത് നടക്കുന്ന സമയം പൂനം പോയില്ല. ഇതിനിടയിൽ ഈ പെൺകുട്ടിയുടെ പിതാവ് സന്ദീപിന് ഒരു ഫോൺ കോൾ വരികയാണ്, മകൾ വിധിയെ കാണാനില്ല എന്ന്. മണിക്കൂറുകൾ അവർ അന്വേഷിച്ചു. ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം ഈ പെൺകുട്ടി വിധിയുടെ മുത്തശ്ശി ഒരു വാട്ടർ ടബിൽ അല്ലെങ്കിൽ ഒരു ചെറിയ വാട്ടർ ടാങ്കിൽ തല മാത്രം മുങ്ങിയ നിലയിൽ ഈ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. അപകട മരണം എന്ന നിലയിൽ അവസാനിക്കേണ്ട ഒരു മരണമാണ്, ഒരു കൊലപാതകത്തിന്റെ ചുരുളാണ് പിന്നീട് അഴിഞ്ഞത്. സീരിയൽ കില്ലറിലേക്ക് എത്തിച്ചത് വിധിയുടെ പിതാവിന്റെ ഒരു സംശയമാണ്. തല മാത്രം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു, കാല് നിലത്ത് തൊട്ട നിലയിലും. അങ്ങനെ പോലീസിൽ പരാതി നൽകുകയാണ് പിതാവ്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ഒടുവിൽ പൂനത്തിലേക്ക് തന്നെ എത്തി പോലീസിന്റെ അന്വേഷണം. അപ്പോൾ അറിഞ്ഞത് എന്താണെന്നോ? തന്നേക്കാൾ ഭംഗിയുള്ള കുട്ടികളോട് ദേഷ്യമാണ് തനിക്ക് എന്നായിരുന്നു പൂനത്തിന്റെ മറുപടി. പൂനം കൊലപ്പെടുത്തിയ 4 പേരിൽ 3 പേരും പെൺകുട്ടികളാണ്, ഒരാൾ മാത്രം ആൺകുട്ടി, അതും പൂനത്തിന്റെ സ്വന്തം മകൻ ശുഭം. सबसे पूछताछ जो हम डिटेल में की है, यही इन्होंने बताया कि जो सुंदर बच्चियां हैं उनसे इसको नफरत सी है. इसने पहले और भी कई खुलासे हुए हैं, इसने और भी 3 बच्चों की हत्या की हुई है पीछे. പാനിപ്പത്തിലെ SP ഭൂപേന്ദ്ര സിംഗിന്റെ വാക്കുകൾ നമ്മളെ ഞെട്ടിക്കും. സൗന്ദര്യമുള്ള കുട്ടികളോടൊക്കെ ഇവളേക്കാൾ ശ്രദ്ധ ആകർഷിക്കുന്ന ഏത് കുരുന്നിനെയാണെങ്കിലും കൊന്നുകളയുമെന്നുള്ള ധാർഷ്ട്യം, അതൊരു വല്ലാത്ത മാനസിക നിലയാണ്. വിധി എന്ന ആ കുഞ്ഞു പെൺകുട്ടിയുടെ മരണമാണ് ഈ വീട്ടിലെ സൈക്കോ കില്ലറുടെ തനിനിറം പുറം ലോകത്തെത്തിച്ചത്. അതുവരെ എല്ലാ മരണങ്ങളും, ആ വീട്ടിൽ 4 മരണങ്ങൾ നടന്നു, എല്ലാം അത് അപകട മരണങ്ങൾ ആണ് എന്നുള്ള വിശ്വാസത്തിലായിരുന്നു ആ വീട്ടുകാർ. ആദ്യ കൊലപാതകം അത് 2023 ജനുവരിയിൽ. 9 വയസ്സുകാരി ഇഷികയാണ് ആദ്യം മരിക്കുന്നത്. ഈ മരിച്ച 4 പേരും ഒരേ രീതിയിലാണ് മരിച്ചു കിടന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതെങ്കിലും വെള്ളത്തിൽ വീണ് കമിഴ്ന്ന നിലയിൽ. ഇഷിക ഭർത്തൃ സഹോദരിയുടെ മകളാണ്. ഇനി 2ാമത്തെ കൊലപാതകം നടക്കുന്നത് അത് സ്വന്തം മകനെയാണ് കൊല്ലുന്നത്. അന്ന് ശുഭത്തിന്, അതായത് ഇവളുടെ മകൾ ശുഭത്തിന് അന്ന് 3 വയസ്സ് മാത്രമാണ് പ്രായം. 3 വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ മടി കാണിച്ചില്ല ഈ കാണുന്ന പൂനം. അതേ വർഷം ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ 3ാമത്തെ കൊലപാതകം നടക്കുകയാണ്. അതായത് 2025 3ാമത്തെ കൊലപാതകം. ബന്ധുവിന്റെ മകളായിട്ടുള്ള 6 വയസ്സുകാരി, അവളുടെ പേര് ജിയ എന്നായിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ വിധി എന്ന ഈ പാവം പെൺകുട്ടി 4ാമത്തെ ഇരയായി മാറി. ശരിയാണ്, സൗന്ദര്യമാണ്, പെൺകുട്ടികളാണ് മരിച്ച 3 പേർ. പക്ഷേ എന്തുകൊണ്ട് അവൾ സ്വന്തം മകനെ കൊന്നു?
ഉത്തരം കിട്ടാത്ത ചോദ്യമായിരുന്നു പൂനത്തിന്റെ കുടുംബത്തിന്. കാര്യമെന്താണെന്നോ? ആദ്യ കൊലപാതകം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ പോലും ബന്ധുക്കൾക്ക് ഒരു സംശയം തോന്നരുത് ഇതിനു പിന്നിൽ താനാണെന്ന്. അതുകൊണ്ട് അവൾ സ്വന്തം മകനെയും കൊന്നു. സൈക്കോ കില്ലിങ്ങിന്റെ അങ്ങേത്തലം എന്നാണ് പോലീസ് പൂനത്തിന്റെ മനോനിലയെ പറയുന്നത്. സൗന്ദര്യമുള്ള കുട്ടികളെ തെരഞ്ഞുപിടിച്ചു കൊല്ലുന്ന മാനസികാവസ്ഥ ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ വീട്ടുകാർക്ക്. എല്ലാം അറിഞ്ഞപ്പോൾ തീരാത്ത പകയാണിപ്പോൾ അവർക്ക് പൂനത്തോട്. സ്വന്തം മകനെ കൊന്നവൾക്ക് മറ്റുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാൻ എങ്ങനെ മടിയുണ്ടാകുമെന്ന് ചോദിക്കുകയാണ് ഏറ്റവും ഒടുവിൽ മരിച്ച വിധിയുടെ അമ്മ. जी मुझे यकीन हो रहा है जो वो अपने बेटे के साथ कर सकती है ऐसा तो उसने मेरी बेटी के साथ भी करा होगा। कहाँ पर बेटी को आपको डाला था उसने, कहाँ पर फेंक दिया? जो सोध में। और आप लोगों को यकीन नहीं हुआ था उस वक्त वो कैसे हादसा हो गया, आप सोच रहे होंगे? जी वो गांव में सब ये कहने लगे कि हो नहीं आई, हो नहीं लेगी, उसका टाइम ऐसे ही लिख रहा होगा। हमने भी इसी बात पे यकीन कर लिया था। पहले से इस तरह के दिमाग की थी, ऐसा लगता था? जी नहीं, ऐसा कुछ नहीं लगता था। कभी नहीं लगा। ഹരിയാനയിലെ ന്യൂസ് 18 സംഘം ആ വീട്ടിലെത്തി ആ അമ്മയുടെ പ്രതികരണം തേടിയപ്പോഴായിരുന്നു ഈ മറുപടി. ഇനി 2019 പൂനത്തിന്റെ വിവാഹം നടക്കുന്നത്. പൂനത്തെ പറ്റി എല്ലാവരും പറയുന്നത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. പരമാവധി ഒതുങ്ങിക്കൂടുന്ന പ്രകൃതമാണ്. എപ്പോഴും മുഖത്ത് ഒരു മറയിടുന്ന പതിവുണ്ട്. അത് അവിടുത്തെ ഒരു വസ്ത്രധാരണ രീതിയാണ്. പകുതി മറച്ച മുഖമായിരിക്കും. അതുകൊണ്ട് തന്നെ മുഖത്തെ റിയാക്ഷൻ, പ്രതികരണം എന്താണെന്ന് പലപ്പോഴും നമുക്ക് അറിയാനും കഴിയില്ല. വിശ്വാസിയാണെന്ന് എപ്പോഴും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും ശ്രമിക്കാറുണ്ട് പൂനം. വേറെ വീടുകളിൽ ഒന്നും അധികം ഈ പൂനം പോവാറില്ല എന്നും അധികം നാട്ടുകാരോട് സംസാരിക്കാറില്ല എന്നും പറയുന്നുണ്ട്. തൊട്ടടുത്ത വീട്ടിൽ തന്നെയുള്ള ആ വീട്ടിൽ, പൂനത്തിന്റെ വീട്ടിൽ ചെറിയ ചെറിയ ജോലിക്കായി എത്തുന്ന മറ്റൊരു സ്ത്രീ. गांव में जी परिवार, इसका पति, इसका देवर, सासू ससुरे बड़ी आदमी है, लेकिन इस हत्यारी का किसी को पता नहीं था कि ये हत्यारी है। अब पता चल गया तो इसी हत्यारियों की तो फांसी की सजा दे दी जाएगी। अगर इसी घटना हुआ, घर से बाहर नहीं निकली जी, और आदमी बढ़िया थे, कोई काम की दाव नहीं थी, परिवार मतलब इज्जतदार परिवार है जी। കൊലപാതക പരമ്പരയുടെ വിവരങ്ങൾ കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ. പൂനം എന്ന് പറയുന്ന ഈ സൈക്കോപാത്തിന്റെ, ഈ സൈക്കോ കില്ലറിന്റെ മാനസിക നില, മുൻപ് മരിച്ച കുട്ടികളുടെ വിവരങ്ങൾ, മരണത്തിൽ ഇനി മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വശങ്ങൾ പരിശോധിക്കാനുണ്ട് പാനിപ്പത്ത് പോലീസിന്. ദടലും അവിടുത്തെ മാതാപിതാക്കൾ വല്ലാത്ത ഞെട്ടലിലാണ്. ആ കുടുംബത്തിലെ മാത്രമല്ല, നാട്ടിൽ മുഴുവൻ ആ ഞെട്ടൽ ഇങ്ങ് വ്യാപിച്ചു കിടക്കും.